ഇവിടെ ഇന്ന് ഒരുപാട് രാഷ്ട്ര നേതാക്കൾ, നമുക്കറിയാം ഈ ആക്രമണം നടന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് വന്നിരുന്നു. അതുപോലെ കുവൈത്തിലെയും ജോർദാനിലെയും കിരീടാവകാശികൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നിരുന്നു. ഇന്ന് കൂടുതൽ നേതാക്കൾ കൂടി ദോഹയിലെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. റുവാണ്ടയിൽ നിന്ന്, അതുപോലെ ഹംഗറിയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ തലവന്മാർ ഇവിടെ വരികയും ഈ രാഷ്ട്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ആഗോളതലത്തിൽ ഖത്തർ നയതന്ത്രജ്ഞതയിലൂടെ നേടിയെടുത്ത ആ മികവ്, അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് ആഗോള രാഷ്ട്ര നേതാക്കൾ ഖത്തറിലെത്തുകയും ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേൽ നടത്തിയ ഒരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല, അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നത് എന്നാണ് ഇവരുടെ സന്ദർശനത്തിൽ മനസ്സിലാകുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചൂട് എന്ന് പറയുന്നത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ദോഹ വേദിയാകുന്ന അറബ് ഇസ്ലാമിക ഉച്ചകോടിക്കാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി ഖത്തർ പ്രധാനമന്ത്രി, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഖത്തർ പ്രധാനമന്ത്രി US ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കോ റൂബിയോയുമായും പ്രസിഡന്റുമായും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫുമായൊക്കെ അദ്ദേഹം ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് വിദേശകാര്യമന്ത്രിമാർ, അറബ് GCC രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇവിടെ സമ്മേളിക്കുന്നതും തൊട്ടു പിന്നാലെ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ജോയിന്റ് ഡിക്ലറേഷൻ, ഒരു സംയുക്ത പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തന്നെ ഈ ഒരു അറബ് ഉച്ചകോടി, അടിയന്തര അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങൾ വന്നിട്ടില്ല. ഇവിടെയുള്ള നേതൃത്വം തീർച്ചയായിട്ടും മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളുമായി, മറ്റ് അയൽ രാഷ്ട്രങ്ങളുമായി കൂടി ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അമൃത. ശരി, MC നാസർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഖത്തർ പ്രധാനമന്ത്രിയുടെ ഈ അമേരിക്കൻ സന്ദർശനം, ഇന്നത്തെ ഈ യാത്ര, അതുപോലെ തന്നെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചകൾ, ഇനിയിപ്പോൾ ട്രംപുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഗസ വിഷയത്തിൽ എത്രത്തോളം നിർണായകമാകും? അവിടെ അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഖത്തറാണ് ഈ പിന്നിട്ട 23 മാസങ്ങളിൽ ഈ കൊടും ക്രൂരതയുടെ പശ്ചാത്തലത്തിൽ പോലും ഒരു നിലക്കും പുറകോട്ട് പോകാതെ ഒരു കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും മധ്യസ്ഥ നീക്കങ്ങൾക്കും ഒക്കെ മേൽനോട്ടം വഹിച്ചത് ദോഹ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇത് അമേരിക്കയുടെ പൂർണ്ണ അറിവോടും പിന്തുണയോടും കൂടിയാണ് ഈ ചർച്ചകളൊക്കെയും ഇതുവരെ നടന്നത്. ഒടുവിൽ അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം ചർച്ച ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയ ഹമാസ് പ്രതിനിധി സംഘം, അവർക്ക് നേരെ നടന്ന ഈ ആക്രമണം അത് കേവലമായിട്ടുള്ള ഒരു രാജ്യത്തിനെതിരായ ഒരു കടന്നുകയറ്റം മാത്രമല്ല, ഒരു മധ്യസ്ഥ രാജ്യം സ്വീകരിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിലപാടിനോടുള്ള വളരെ നിന്ദാപരമായിട്ടുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് ഖത്തർ അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കടുത്ത രീതിയിൽ ഖത്തർ ഒരു പ്രതികരണം അമേരിക്കക്കെതിരെ പോലും പരോക്ഷമായിട്ടാണെങ്കിലും നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതേസമയം ഒരു സ്ട്രാറ്റജിക്കലായിട്ട് ഇപ്പം സെക്യൂരിറ്റിയുടെ മേഖലയിലൊന്നും ഒരു പുനരാലോചന നടത്താനൊന്നും ഈ ഘട്ടത്തിൽ ഖത്തറോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളോ തയ്യാറാകാനുള്ള സാധ്യതയില്ല. കാരണം അതത്ര പ്രായോഗികവുമല്ല. അതേസമയം അമേരിക്ക നൽകേണ്ട ചില ഉറപ്പുകൾ, അമേരിക്ക നൽകുമെന്ന് കരുതിയ സുരക്ഷാ മുൻകരുതൽ, സുരക്ഷാ സംവിധാനങ്ങൾ ഇത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ പോർവിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് മണിക്കൂറുകൾ എടുത്ത് ഖത്തറിൻ്റെ തലസ്ഥാനത്തെത്തുകയും അവിടെ കൃത്യമായിട്ട് ഈ ആക്രമണം നടത്തി തിരിച്ചു പോകുന്നത് വരെ അമേരിക്ക ഈ വിവരം മൂടിവെച്ചതാണ് ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കമായിട്ട് ഇപ്പോൾ ഖത്തർ വിലയിരുത്തുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയിൽ ഇക്കാര്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇനി തുടർ ചർച്ചകൾ എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അത്തരം ചർച്ചകൾ തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ഖത്തർ നിർബന്ധിതമാകും, തയ്യാറാകും. അതെല്ലാം അമേരിക്ക ഈ നിലപാട് തന്നെയാണ് തുടരുന്നതെങ്കിൽ അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഖത്തർ എത്തിച്ചേരേണ്ടി വരും. പക്ഷേ ഇത് ഫലത്തിൽ ഈ മേഖലയുടെ സമാധാനത്തിന് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം
രൂപപ്പെടുത്തുക. അതുകൊണ്ട് അമേരിക്കൻ നേതൃത്വം ഏതർത്ഥത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും ഖത്തറിനെ അറിയിക്കുന്നു എന്നത് തന്നെയായിരിക്കും ഇതിൽ പ്രധാനം. അതോടൊപ്പം തന്നെ ഇപ്പം രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഉണ്ടായത്. ഒന്ന്, ഹമാസിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹ സംസ്കരണ വേളയിൽ ഖലീൽ അൽ ഹയ്യ എന്ന ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ഗസയിലെ നേതാവും അതിൽ പങ്കെടുത്തിരുന്നു എന്ന്. കാരണം ഇന്നലെയുമൊക്കെ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആക്രമണത്തിൽ ഖലീൽ ഹയ്യ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മൃതദേഹ സംസ്കരണ വേളയിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. ഇതിനുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ് ഹമാസിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഖലീൽ അൽ ഹയ്യ തന്റെ മകന്റെ ഈ സംസ്കാര വേളയിൽ ആ ചടങ്ങുകളിൽ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു എന്ന വിശദീകരണമാണ് അല്പം മുമ്പ് ഹമാസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ ഈ 3 രാജ്യങ്ങളുടെ വളരെ കടുത്ത ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഖത്തറിന് നേരെ നടന്ന ഈ ആക്രമണം എന്നത് ഈ ഫലസ്തീൻ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങളെ അട്ടിമറിച്ചതാണ്. ഒരു നിലക്കും അതിനോട് യോജിക്കാനാവില്ല. അത് ശക്തമായിട്ട് തന്നെ തങ്ങൾ ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് ഈ 3 രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയതും ഖത്തറിന് കൂടുതൽ കരുത്ത് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ, അമേരിക്കയുടെ ഒറ്റപ്പെടൽ കുറെ കൂടി അതിന് വ്യാപ്തി വർദ്ധിപ്പിക്കുകയുമാണ്.